ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ TA ഈസ് ദ ടാൻജൻറ്റ് ടു ദ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് O such that OT equal to 4 centimeter. Angle OTA equal to 30 degree. Then the length TA is equal to. ഇതെങ്ങനെ ചെയ്യും? ദ ലെങ്ത് TA കാണണം. അപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്, റേഡിയസും തന്നിട്ടില്ല. OT ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. TA ഈസ് എ ടാൻജൻറ്റ്. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഫൈൻ TA. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സൊല്യൂഷൻ. ഫിഗർ ഒന്ന് എൻലാർജ് ചെയ്ത് വരയ്ക്കുകയാണ്. എപ്പോഴും പറയാറുള്ള കാര്യം ഒന്നുകൂടി പറയാണ്. ഒരു സർക്കിള് ഒരു ടാൻജൻറ്റ് തന്നു കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം ആയാലും ഒരു ടാൻജൻറ്റ് തന്നു കഴിഞ്ഞാൽ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റും സെൻറ്ററും തമ്മിൽ ജോയിൻ ചെയ്യണം. ക്വസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കണം. ഓക്കെ, അത് നിർബന്ധമായിട്ട് ചെയ്യണം. TA ഈസ് എ ടാൻജൻറ്റ്, A ഈസ് ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. ജോയിൻ ചെയ്തു. ഇത് 90 ഡിഗ്രിയാണ് നമുക്കറിയാമല്ലോ. മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് അധികം സ്റ്റെപ്പൊന്നും എഴുതുന്നില്ല. ഇത് 30 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ടത് TA ആണ്. 30 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡാണ് അല്ലേ ആര്? TA. അപ്പോൾ ഈ അഡ്ജസൻറ്റ് സൈഡാണ് നമുക്ക് അറിയേണ്ടത്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. 30 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ട്രിഗണോമെട്രി വഴി നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി ഫർദർ കൺസ്ട്രക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ട്രിഗണോമെട്രിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേന്യൂസ്. 4 ആണല്ലോ ഇവിടുത്തെ ഹൈപ്പോട്ടേന്യൂസ് വരുന്നത്. ഈ ഫിഗർ നോക്കിയിട്ട് കോസ് 30 എന്താണെന്നൊന്ന് പറഞ്ഞ്. കോസ് 30 അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേന്യൂസ്, അതായത് TA ഡിവൈഡഡ് ബൈ 4. കോസ് 30 ഈക്വൽ ടു TA ബൈ 4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ TA ഈക്വൽ ടു 4 ഇൻറ്റു കോസ് 30 വരും. ഓർ TA ഈക്വൽ ടു 4 ഇൻറ്റു കോസ് 30. കോസ് 30യുടെ വാല്യൂ √3/2 ആണ്. ഇവിടെ 4/2 എന്നുള്ളത് 2 ആവും. 2√3 ആണ് ആര്? TA വരുന്നത്. ഇത്രയേ ഉള്ളൂ.